ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമ്മൾ തുടക്കക്കാർക്ക് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരുന്ന കാര്യമാണ് ഹൗ ലോങ്ങും ഹൗ ഫാറും. ഹൗ ലോങ് ഇറ്റ് ടേക്സ് അല്ലെങ്കിൽ ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് എന്ന് വെച്ചാൽ എത്ര നേരമെടുക്കുമെന്നുള്ളതാണ്. അതെത്ര നേരമെടുക്കും. ഹൗ ഫാർ എന്ന് വെച്ചാൽ എത്ര ദൂരം എന്നാണ്. ഹൗ ഫാർ ഈസ് യുവർ സ്കൂൾ, നിൻ്റെ സ്കൂൾ എത്ര ദൂരെയാണ്. ഹൗ ലോങ് ഈസ് ദ മൂവി, മൂവി എത്ര നേരമുണ്ട്. ഹൗ ഫാർ ഈസ് ദ തിയേറ്റർ, തിയേറ്റർ എത്ര ദൂരമുണ്ട്, തിയേറ്ററിലേക്ക് എത്ര ദൂരമുണ്ട് എന്നുള്ളതാണ്. ഹൗ ലോങ് എന്ന് വെച്ചാൽ എത്ര നേരം എടുക്കുമെന്നുള്ളതാണ്. ഹൗ ലോങ്. ഹൗ ഫാർ എന്ന് വെച്ചാൽ എത്ര ദൂരം എന്നാണ്. ഹൗ ഫാർ ക്യാൻ യു റൺ, നിനക്ക് എത്ര ദൂരം ഓടാൻ കഴിയും. ഹൗ ലോങ് ഷുഡ് ഐ വെയിറ്റ്, ഞാൻ എത്ര നേരം വെയിറ്റ് ചെയ്യണം. ഹൗ ലോങ് ഡിഡ് യു വെയിറ്റ്, ഹൗ ലോങ് ഡിഡ് യു വെയിറ്റ്, നീ എത്ര നേരം വെയിറ്റ് ചെയ്തു. ഹൗ ഫാർ ഡിഡ് യു വാക്ക്, നീ എത്ര ദൂരം നടന്നു. ഇതാണ് ഹൗ ലോങ്ങും ഹൗ ഫാറും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കിതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരുമ്പോൾ നമ്മൾ ഈ വ്യത്യാസം ഒന്ന് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കുക. ലോങ് എന്ന് വെച്ചാൽ നേരം എന്നുള്ളതിനാണ് ഉദ്ദേശിക്കുന്നത്. ഫാർ എന്നാൽ ദൂരമാണ് ഉദ്ദേശിക്കുന്നത്. ഹൗ ലോങ് എത്ര നേരം, ഹൗ ഫാർ എത്ര ദൂരം.